ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ തന്നെ എണീച്ചത് വേറെ ഒന്നും കൊണ്ടല്ല. ഇന്ന് നമ്മൾ നാട്ടിലേക്ക് പോകണം, ഞാനും മാമാട്ടിയും. ദുബായിൽ നിന്നാണ് ഫ്ലൈറ്റ് കൊച്ചിക്ക്. അപ്പം നമ്മളിപ്പോൾ ഷാർജയിലാണ്. അപ്പോൾ ഒരു 9:30 ആയപ്പോഴാണ് നമ്മൾ ഇറങ്ങാൻ പ്ലാൻ ചെയ്തത്. 9:30 പ്ലാൻ ചെയ്ത്, പക്ഷേ 10 മണിയോളം കഴിഞ്ഞ് ഇറങ്ങിയപ്പം പോകുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാനായിരുന്നു പ്ലാൻ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട്. ഷാർജയിൽ നിന്നാണ് പോകുന്നതുകൊണ്ട് നല്ല ട്രാഫിക്കാണ് രാവിലെ. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി കൂടെ നേരത്തെ ഇറങ്ങാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ ഇറങ്ങിയപ്പം കുറച്ച് ലേറ്റായി. പിന്നെ പോകുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിക്കണമായിരുന്നു. മാമാട്ടിക്ക് മനസ്സിലായി നാട്ടിൽ പോകണം. ആൾക്കാർ ഒരു നാട്ടിൽ പോകുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നീട് അടിയേറ്റിട്ട് പോകുന്നതിൻ്റെ ഒരു വിഷമവും ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് വണ്ടിയിലൊക്കെ ഇങ്ങനെ കളിച്ചൊക്കെയാണ് പോയത്. ഞങ്ങൾ പിന്നെ ഇടയ്ക്ക് ടി ജംഗ്ഷനിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോയത്. ചായയും ദോശയൊക്കെ കുടിച്ചു. അപ്പോൾ എയർപോർട്ടിൽ ചെന്നപ്പോൾ നല്ല ലേറ്റായിപ്പോയി. സുരാജിൻ്റെ കൂടെ ആണെന്ന് പോകുന്ന ഫ്രണ്ട് സുരാജും ഉണ്ടായിരുന്നു നാട്ടിൽ പോകാൻ എൻ്റെ കൂടെ. അപ്പം അവൻ നേരത്തെ എയർപോർട്ടിൽ വന്നിട്ട് ഞങ്ങൾക്ക് വിളിച്ചുകൊണ്ടിരുന്നു, ഇങ്ങനെ നിങ്ങളെന്താ ലേറ്റായി. അതുകൊണ്ട് ഞങ്ങൾ ലാസ്റ്റ് ചെക്കിങ് ചെയ്തത്. അതുകൊണ്ട് ഭയങ്കര വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഓടിപ്പിടിച്ച് തന്നെ. പിന്നെ ഡ്യൂട്ടി ഫ്രീയിൽ എത്തിയപ്പോഴാണ് എനിക്കൊന്ന് വീഡിയോ എടുക്കാൻ സമയം കിട്ടിയത്. അപ്പോൾ ഡ്യൂട്ടി ഫ്രീ കയറി കുപ്പിയൊക്കെ വാങ്ങിച്ചിട്ട് പോകാനായിരുന്നു പ്ലാൻ. അപ്പോൾ ഞങ്ങൾ അവിടെ കയറിയപ്പോഴാണ് ഓടിപ്പിടിച്ചുള്ള യാത്രയായ കാരണം ഒന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. സുരാജും ഉണ്ടായിരുന്നു. ഞങ്ങൾ പ്രീമിയം ബുക്ക് ചെയ്തതേ. അപ്പം ഫസ്റ്റിൽ കയറി. അപ്പോൾ മാമാട്ടി ഇങ്ങനെ ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഒരു ഇതൊക്കെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പം 1:45 ഫ്ലൈറ്റ് എടുക്കുമെന്ന് പറഞ്ഞേ. അപ്പം ഞങ്ങൾ ഓടിപ്പിടിച്ച് ചെക്കിങ് എല്ലാം കഴിഞ്ഞ് എല്ലാം ചെന്നപ്പോഴത്തേന് ഒരു 1 മണിയൊക്കെ കഴിഞ്ഞു. ഞാൻ ആദ്യം ഫ്ലൈറ്റ് മിസ്സാവുന്ന പോലും പേടിച്ചു പോയി, കാരണം അത്ര ലേറ്റായിരുന്നു. സുരാജ് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി. അത് പിന്നെ ഞാൻ പറയാവേ എന്താന്ന്. അങ്ങനെ വണ്ടി ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർ ജ്യൂസൊക്കെ കൊടുത്തു തന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ ജ്യൂസ് കുടിച്ചു. ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പായിരുന്നേ. ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഇരിക്കുമായിരുന്നു. മറ്റേ ദൂരല്ലേ അങ്ങനെ ടേക്ക് ഓഫിന് മുമ്പ് നമുക്ക് മെനു ഒക്കെ അവർ കൊണ്ട് തന്നായിരുന്നു. എന്ത് വേണമെന്ന് നമ്മൾ നോക്കിയിട്ട് അവർ വരുമ്പം പറയാനെ കൊണ്ട് കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ ടേക്ക് ഓഫ് ചെയ്യാൻ തുടങ്ങുവാണേ. ടേക്ക് ഓഫ് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞില്ലേ മുമ്പ് എന്താ ലേറ്റായ കാരണം പറയാവുന്ന. ഞങ്ങൾക്കൊരബദ്ധം പറ്റി. ഞങ്ങൾ ടെർമിനൽ 1 നിന്നാണ് പോകേണ്ടത്. പക്ഷേ ആദ്യം ഞങ്ങൾ 2-ൽ ചെന്നു. 2-ൽ ചെന്നപ്പോഴാണ് നമ്മൾ അകത്ത് കയറിയപ്പോഴാണ് അറിഞ്ഞത് നമുക്ക് തെറ്റിപ്പോയെന്ന്. പിന്നെയും തിരിച്ച് ദുബായിലെ കാര്യമാണല്ലോ, തിരിച്ച് നോക്കും ഒരുപാട് നമുക്ക് പുറത്തിറങ്ങിയിട്ട് ചുറ്റിക്കറങ്ങി വേണം പോയി. ഒരു 10-20 മിനിറ്റായി ഞങ്ങൾ ടെർമിനൽ 1-ൽ എത്തിയപ്പോൾ. അങ്ങനെ കുറേ ലേറ്റായിപ്പോയി. പിന്നെ ഓടിപ്പിടിച്ച് അവിടെ കുറേ നടക്കാറുണ്ട്. പിന്നെ ലിഫ്റ്റിന് കയറിയിട്ട് മെട്രോയിൽ കയറിയിട്ടാണ് നമുക്ക് അകത്ത് ചെക്കിങ്ങിന് ചെല്ലേണ്ടത്. അപ്പോൾ ചെക്കിങ് ഒക്കെ ധൃതി പിടിച്ചെല്ലാം കഴിഞ്ഞ് പിന്നെയും ഇമിഗ്രേഷനെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും കുറേ ഞങ്ങൾക്ക് ഗേറ്റിൽ ചെല്ലണമെങ്കിൽ കുറേ നടക്കണമായിരുന്നു. അങ്ങനെ ഓടിപ്പിടിച്ചുള്ള ഒരു ഇതായിരുന്നു. അങ്ങനെ എന്തായാലും നമ്മൾ കൃത്യസമയത്ത് അവിടെ ചെന്നു. അങ്ങനെയാണ് അത് അബദ്ധം പറ്റിയത് അത് അത്രയും ലേറ്റായിപ്പോയി. അങ്ങനെ ടെൻഷൻ പിടിച്ചായിരുന്നു നമ്മൾ ചെന്നത് എയർപോർട്ടിൽ. പിന്നെ ഓടിപ്പിടിച്ച് മജുവേട്ടനും അഫ്സലിനും ഒക്കെ ടാറ്റയൊക്കെ പറഞ്ഞു. ഒന്നും അധികം കാര്യം പറയാൻ പറ്റിയില്ല. പെട്ടെന്ന് അങ്ങ് പോന്നു. സുരാജും വെയിറ്റ് ചെയ്ത് നിൽക്കുമല്ലായിരുന്നു. അങ്ങനെ ടേക്ക് ഓഫ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ശാന്തമായിട്ട് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ സുരാജ് ഉള്ളതുകൊണ്ട് പിന്നെ ഞങ്ങൾ കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞ് സമയം അങ്ങ് പോയി കേട്ടോ. മാമാട്ടിക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അങ്ങോട്ട് പോയ പോലൊന്നും അല്ലായിരുന്നു. ആൾ നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ സീറ്റിൽ തന്നെ ഇരിക്കുമായിരുന്നു ബെൽറ്റൊക്കെ ഇട്ടിട്ട്. അങ്ങനെ നിങ്ങൾ കാര്യമൊക്കെ പറഞ്ഞു അങ്ങനെ സമയമൊക്കെ പോയി. പിന്നെ അവർ ഇടയ്ക്ക് ഫുഡും കാര്യങ്ങളുമൊക്കെ നമ്മൾക്ക് എന്തൊക്കെ വേണമെന്നൊക്കെ ചോദിച്ചു. അതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നോക്കിയൊക്കെ ഇരിക്കുമായിരുന്നു പുറത്തോട്ട്. ഇനി കുറച്ച് നാൾ കഴിഞ്ഞില്ലേ തിരിച്ചു വരത്തുള്ളൂ. ഫ്ലൈറ്റ് ഇരുന്നുകൊണ്ട് നമ്മളിങ്ങനെ ദുബായി ഇങ്ങനെ നോക്കുക കേട്ടോ. ബുർജ് ഖലീഫ അതാണ് അങ്ങ് ദൂരെ കാണാം. ഇടയ്ക്ക് ഇങ്ങനെ മങ്ങി ലൈറ്റ് കാരണമായി
മങ്ങിയെന്ന് അതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. ബുർജ് ഖലീഫയൊക്കെ മാമാട്ടി ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു, അത് ഇതൊക്കെ ഇങ്ങനെ അവരെ കാണിച്ചോണ്ടിരുന്നു. നമ്മൾ ഈ പ്രാവശ്യം എയർ ഇന്ത്യയിലാണ് പോകുന്നത്, പ്രീമിയം ബുക്ക് ചെയ്തത്. അപ്പം നമുക്ക് നല്ല സ്പേസ് ഉണ്ടായിരുന്നു, സ്പേസും എല്ലാം ഉണ്ടായിരുന്നു, ഇരിക്കാനും ഒക്കെ നല്ല സീറ്റൊക്കെ. നമ്മുടെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് ബിസിനസ് ക്ലാസ് നമ്മളിരിക്കുന്നതിൻ്റെ തൊട്ട് ഫ്രണ്ടിലത്തെ സീറ്റ് തൊട്ടാണ്, നമ്മളതിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് പ്രീമിയമേ. ഞാൻ ആദ്യമായിട്ടാണ് പ്രീമിയത്തിൽ പോകുന്നത് കേട്ടോ, ഇതിനു മുമ്പ് പ്രീമിയത്തിൽ പോയിട്ടില്ല. എന്തായാലും നല്ല ഇതായിരുന്നു. ആദ്യം നമുക്ക് സീറ്റായാലും ചോദിനിരിക്കാനായാലും നല്ല സ്പേസ് ഉണ്ട്. അപ്പം ഇങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ദുബായിൽ നിന്ന് എടുത്തപ്പോളെ. പുറത്തോട്ട് ഇങ്ങനെ നോക്കി, പിന്നെ മുകളിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല, അതായത് ഒരു ബോറടിയാണ്. പിന്നെയും ഇപ്രാവശ്യം സുരാജ് ഉള്ളതുകൊണ്ട് സുരാജിനോട് കത്തിയൊക്കെ വെച്ച് ഞങ്ങൾ അങ്ങ് കാര്യമൊക്കെ പറഞ്ഞൊക്കെ ഇരുന്നു. പിന്നെ ഫുഡൊക്കെ എൻജോയ് ചെയ്ത് കഴിച്ച് അങ്ങനെയൊക്കെ ഇരുന്ന് അങ്ങനെയൊക്കെയാണ് സമയം പോയത്. ഞാൻ ഈ വീഡിയോയുടെ കൂടെ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. മിഷൂട്ടെ നമ്മൾ കണ്ടിട്ട് 10-20 ദിവസം ആയില്ലേ, മിഷൂട്ടെ കാണുമ്പോൾ എങ്ങനെയാണെന്നുള്ള വീഡിയോ ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, അതുകൂടെ കാണാം. അങ്ങനെ ഫുഡൊക്കെ വന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ ആസ്വദിച്ച് കഴിക്കുവാണ്. വലിയ ടേസ്റ്റ് എന്നൊന്നും പറയാനില്ല, എന്നാലും അത്യാവശ്യം കൊള്ളാം. ഡെസേർട്ട് മറ്റേ ഈ സംഭവമൊക്കെ സ്വീറ്റ്സൊക്കെ നല്ലതായിരുന്നു കേട്ടോ. അല്ലാതെ ഫുഡ് അവിയലും ചോറും അങ്ങനെയൊക്കെയാണ് വന്നത്. പിന്നെ എൻ്റെ ഇടയ്ക്ക് സമയം പോകാൻ വേണ്ടി ഒരു കോഫിയൊക്കെ വാങ്ങിച്ച് കുടിച്ചു. അങ്ങനെയൊക്കെ സമയം പോയി, പെട്ടെന്ന് ചെന്നു. ഞങ്ങൾ ലാൻഡ് ചെയ്യാൻ മാമാട്ടി ടേക്ക് ഓഫ് ചെയ്യുന്ന അന്നേരം തൊട്ട് ഉറക്കമായിരുന്നേ. ലാൻഡിങ് ആകാറായപ്പോൾ മാമാട്ടി എണ്ണീറ്റ്, അതുകൊണ്ട് മാമാട്ടി ഫുഡൊന്നും കഴിച്ചത്. കൊച്ചി എത്തി, ലാൻഡ് ചെയ്യാൻ പോവാണേ. 20 മിനിറ്റ് മുന്നോട്ടാണ് നേരത്തെ എത്തി കേട്ടോ. 7:20 പറഞ്ഞ് 7 മണിയായപ്പോഴത്തേന് നമ്മൾ ലാൻഡ് ചെയ്യാറായി കേട്ടോ. പെട്ടെന്ന് ഇങ്ങ് പോന്നു, അതുകൊണ്ട് ഹാപ്പി ആയിരുന്നു എല്ലാവരും. പിന്നെ സമയം പോയില്ല. പിന്നെ നമുക്ക് എയർ ഇന്ത്യയിൽ ഇറങ്ങി, ഞങ്ങൾ വന്ന എയർ ഇന്ത്യ ഫ്ലൈറ്റാണ് കേട്ടോ. ഞങ്ങൾ ഇറങ്ങിയിട്ട് ബസ്സിലാണ് നമ്മൾ പോയത് അങ്ങോട്ടെ. അപ്പം ഫ്ലൈറ്റിനെ ഞാൻ കാണിച്ചു മാമാട്ടി, ഇതേ നമ്മൾ വന്ന ഫ്ലൈറ്റ് ഇതാന്നൊക്കെ പറഞ്ഞിട്ട്. വീട്ടിൽ നിന്ന് സൈഷേട്ടനും അപ്പവും വന്നായിരുന്നു. അപ്പം ഞങ്ങൾ അകത്തു നിന്നൊക്കെ ഇറങ്ങിയപ്പോൾ 7:45 അപ്പോൾ അവർ വെളി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അകത്തുള്ള വീഡിയോസ് ഒന്നും പിന്നെ എടുത്തില്ലേ, നോർമലായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പം മിഷൂട്ടിയെ കാണാനുള്ളൊരു സന്തോഷത്തിനാണ് ഞങ്ങൾ രണ്ടുപേരും മിഷൂട്ടി എങ്ങനെയാണെന്നൊക്കെ ആ വീഡിയോ ഉണ്ട് ഇതിൻ്റെ കൂടെ. കുട്ടിയെ, അമ്മയുടെ മോളെ, അമ്മയുടെ പൊന്നേ, അമ്മ കുട്ടിയെ അമ്മയുടെ പൊന്നേ അമ്മയുടെ പൊന്നേ. ശരി പൊന്നിക്കിലേ, പൊന്നിക്കിലേ.